ഗുഡ് മോർണിംഗ് ഫ്രം ഗുദോരി. ഇന്ന് നമ്മൾ ഗുദോരി സ്കീ റിസോർട്ടിലത്തെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ സ്നോഫോളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ജോർജിയയിൽ 3-ാമത്തെ ദിവസത്തെ കാഴ്ചകളിലോട്ട് സ്വാഗതം. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പാർക്ക് ചെയ്ത കാറിൻ്റെ മുകളിലെല്ലാം സ്നോഫോൾ കാരണം സ്നോ കവേർഡ് ആയിട്ടുണ്ട്. സ്നോഫോളാണ്. നമുക്ക് കാറിൽ നിന്ന് 1-2 സാധനം എടുക്കാണ്ടായിരുന്നു. അതെടുക്കാൻ പോകുമ്പോൾ തന്നെ ഡോറ് തുറക്കണമെങ്കിൽ അത്യാവശ്യം സ്നോ മാറ്റിയാലാണ് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. റൂമെടുത്ത ഈ അപ്പാർട്ട്മെൻറ്റ് ഗുദോരി സ്കീ റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് എൻട്രൻസ് കൂടെ നമുക്ക് ആക്ടിവിറ്റി ഏരിയസിലോട്ട് എത്താൻ പറ്റും. ഞങ്ങളെന്തായാലും നല്ല ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് കാർ എടുക്കാൻ നിന്നില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് എൻട്രൻസ് വഴി നമ്മളിപ്പോൾ മെയിൻ ആക്ടിവിറ്റി ഏരിയസിലോട്ട് എത്തി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും അതുപോലെ റെസ്റ്റോറൻറ്റ്, നമ്മുടെ ഡങ്കിൻ ഡോണറ്റിൻ്റെ ഔട്ട്ലെറ്റ്, അങ്ങനെ ഫുഡും സ്നാക്സൊക്കെ ആയിട്ട് ഇവിടെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഉണ്ട്. എല്ലാവരും ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കീയിങ് ഉണ്ട്, സ്കീ സ്കൂട്ടറുണ്ട്, പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയായ കേബിൾ കാറും ഇവിടെ നിന്നാണ്. പിന്നെ സ്കീയിങ്ങിന് പോണ ആൾക്കാർക്കുള്ള കുറേ റെൻ്റൽ ഷോപ്പുകളുണ്ട്. ഗുദോരി സ്കീ റിസോർട്ടിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. ഇവിടെ 2 ടൈപ്സ് ഓഫ് കേബിൾ കാർ ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ടൈപ്പായ നമ്മൾ എല്ലായിടത്തും കാണുന്ന കേബിൾ കാർ, പിന്നെ ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ഡോർ നമുക്ക് വലിച്ച് താഴത്തേക്ക് വെക്കാനും പറ്റും. അപ്പോൾ ഞങ്ങളെന്തായാലും തുറന്ന കേബിൾ കാർ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയർ ലിഫ്റ്റാണ് എടുത്തത്. ടിക്കറ്റ് എടുക്കുമ്പോൾ പലതരം ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
സ്കീയിങ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ 1 ഡേ പാസോ ഹാഫ് ഡേ പാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. ടിക്കറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയർ ലിഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയർ ലിഫ്റ്റാണിത്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചില ചെയർ ലിഫ്റ്റിൻ്റെ ഡോറ് ക്ലോസ് ആവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഡോറ് ക്ലോസ് ആയില്ല. നല്ല ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പോയപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം താഴെ ആൾക്കാർ സ്കീയിങ് നടത്തുന്നതും അതുപോലെ സ്കീ ബൈക്സ് ഓടിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഇതുപോലൊരു അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഫുൾ സ്നോഫോളിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കേബിൾ കാറിലുള്ളൊരു യാത്ര. ഞങ്ങളുടെ ഈ ടിക്കറ്റിൽ 2 കേബിൾ കാർ സ്റ്റോപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റോപ്പിലൊക്കെയാണ് നമ്മളിപ്പോൾ എത്തുന്നത്. നമ്മളെന്തായാലും അവിടെ ഇറങ്ങിയില്ല. 2ാമത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ മുകളിലെത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ സ്കീയിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്. അവിടെ ബർഗർ, ഷവർമ, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ കിട്ടും. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നെന്തായാലും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ നഗറ്റ്സും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഒരു സെറ്റ് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും ഓർഡർ ചെയ്തു. അതുപോലെ നല്ല ചൂട് ചോക്ലേറ്റ് മിൽക്കും ഓർഡർ ചെയ്തു. കുട്ടികൾ എന്തായാലും ഹാപ്പിയായി. ഇതുപോലെ സ്നോയിലെല്ലാം കളിച്ച് അതുപോലെ ഒരു സ്നോമാനും ഉണ്ടാക്കി. കുറച്ച് നേരം ഞങ്ങൾ എന്തായാലും അവിടെ നിന്നതിന് ശേഷം ഇനി എന്തായാലും താഴോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മൾ താഴോട്ട് പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ സ്കീയിങ്ങിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അൺലിമിറ്റഡ് പാസോ ഹാഫ് ഡേ പാസ്സായിരിക്കും എടുത്തിട്ടുണ്ടാവുക. കാരണം അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമ്മുടെ ചെയർ ലിഫ്റ്റിൻ്റെ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ സ്നോഫോളിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ല.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കേബിൾ കാർ സ്റ്റേഷൻ അതുപോലത്തെ ചില റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇതുപോലെ സ്കീ സ്കൂട്ടർ അതുപോലെ ചെറിയ ഇതുപോലത്തെ ബഗ്ഗി കാർസിനൊന്നും അവർ ഈ കാർഡ് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ക്യാഷായിട്ട് പേ ചെയ്യണം. നമ്മുടെ കയ്യിൽ ക്യാഷ് കുറവായതുകൊണ്ട് അവരത് വേറൊരു ഷോപ്പിൽ പോയിട്ട് വേറെ എങ്ങനെ പേ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എന്തായാലും സ്കീ സ്കൂട്ടറൊന്നും ട്രൈ ചെയ്തില്ല. നമ്മളെന്തായാലും ബാക്കുറയാനിൽ പോകുന്നുണ്ട്. അവിടുന്ന് നമ്മൾ സ്കീ സ്കൂട്ടർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോർജിയയിൽ മെയിനായിട്ട് 2 സ്കീ റിസോർട്ട് ഏരിയാസാണുള്ളത്. ഒന്ന് ഗുദോരി, പിന്നെ ബാക്കുറിയാനി. എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ബാക്കുറിയാനിയിൽ പൊതുവെ റൈഡ്സിനും അതുപോലെ ആക്ടിവിറ്റീസിനൊക്കെ പ്രൈസ് കുറവാണെന്നാണ്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്ക് അവിടുന്ന് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചെന്തായാലും കസ്ബേഗിയിലോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് ഇപ്പോഴും ആ റോഡ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ടിബൽസിയിലോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു. സ്നോഫോൾ ഉള്ളതുകൊണ്ട് ഈ കാണുന്ന റെസ്റ്റോറൻറ്റും കഫറ്റീരിയൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്കീ റെൻ്റൽ ഷോപ്സ് ഉണ്ട്. സ്കീയിങ് നടത്തണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റെൻറ്റിനെടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വാഷ്റൂം. ഇവിടെ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതുപോലെ പെയ്ഡായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഒരു 2 ഡേയ്സൊക്കെ നമ്മുടെ കാർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും പിന്നെ കാണുക. നമ്മളെന്തായാലും നമ്മുടെ കാറ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇന്നത്തെ ഈ ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഗുദോരിയിൽ നിന്ന് ടിബിൽസിയിലേക്ക് തിരിച്ചു പോകുന്നതും പിന്നെ അവിടുത്തെ കാഴ്ചകളുമാണ്.
മാർച്ച് എൻഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എല്ലാ ഇയറിലും ഒരേപോലെ ആവണമെന്നില്ല. ഞങ്ങളെന്തായാലും മാർച്ച് എൻഡിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ സ്നോഫോളും ഗുദോരി സ്കീ റിസോർട്ടിലത്തെ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.